ഹായ് ഹലോ വെൽക്കം ബാക്ക്. അങ്ങനെ മൂ കാങ്ങിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് അവൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഈ ഗ്രാമത്തിലെ മൂന്റെ സന്തോഷം കാങ്ങാണെന്ന്. അവൻ കാങ്ങിനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ കാങ് പറയുന്നുണ്ട് ഫുഡ് വാങ്ങിയിട്ട് വേഗം പോകാനായിട്ട്. മൂവിന്റെ ബാക്കിലും കുറച്ച് സ്റ്റുഡൻസ് നിൽക്കുന്നുണ്ട്, അവർക്കും ഫുഡ് കൊടുക്കണല്ലോ. മൂ പ്രിൻസിപ്പൾ കൊടുത്ത കാശ് കാണിച്ചിട്ട് അവന്റെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ, ഇതിനുള്ള ഫുഡ് തന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. കാങ്ങിന് മൂവിന്റെ അവസ്ഥ അറിയുന്നത് കൊണ്ട് തന്നെ അവൻ ഫുഡിന്റെ പൈസ ഇപ്പൊ തരണ്ടെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് മൂ ആവശ്യപ്പെട്ടതിൽ കൂടുതൽ ഫുഡാണ് കൊടുക്കുന്നത്. മൂ പറയുന്നുണ്ട് അവനിപ്പോൾ പൈസ കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ കാങ്ങിന് ഹെൽപ്പ് ചെയ്യാൻ റെഡിയാണെന്ന്. പാത്രം കഴുകാനോ ഫുഡ് എടുത്തു കൊടുക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാന്ന് പറയുമ്പോൾ കാങ് പറയുന്നുണ്ട് മൂ പണിയൊന്നും ചെയ്യണ്ട, നന്നായി പഠിച്ചാൽ മാത്രം മതിയെന്ന്. മൂ എന്നിട്ട് ഫുഡ് കഴിക്കാൻ പോയിരിക്കുമ്പോഴാണ് രണ്ട് കുട്ടികൾ അങ്ങോട്ട് വരുന്നത്. രാവിലെ അവൻ സൈക്കിൾ പാർക്ക് ചെയ്യാൻ പോയപ്പോൾ അത് അവരുടെ പാർക്കിംഗ് സ്ഥലമാണെന്ന് പറഞ്ഞ ആ രണ്ട് കുട്ടികൾ തന്നെയാണ് ഇപ്പോഴും വരുന്നത്. തേ പറയുന്നുണ്ട് ഈ ടേബിൾ അവരുടേതാണെന്ന്. ആ ടേബിളിൽ അവരൊരു മൂടി വെച്ചിട്ടുണ്ടായിരുന്നു, അതിനർത്ഥം അത് അവരുടെ ടേബിൾ ആണെന്നാണ്. മൂവാണെങ്കിൽ വലിയ വഴക്കൊന്നും ഉണ്ടാക്കാതെ എഴുന്നേറ്റ് മാറി കൊടുക്കുന്നുണ്ട്. ഇത് കാങ് കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ കാങ് മൂവിന്റെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് കഴിഞ്ഞ വർഷം ഉണ്ടായ ഒരു ചെറിയ സ്റ്റോറി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഈ സ്കൂളിൽ പ്ലൂ എന്നു പേരുള്ള ഒരു സ്റ്റുഡന്റ് പഠിച്ചിരുന്നു. അവനെ ഈ സ്കൂളിലെ എല്ലാ സ്റ്റുഡൻസിനും ഒരുപാട് പേടിയായിരുന്നു. പ്ലൂവിന് ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. അവൾക്ക് തേന് ഇഷ്ടമായിരുന്നുവെങ്കിലും തേക്ക് ആ കുട്ടിയോട് ഒരു ഫീലിങ്സും ഉണ്ടായിരുന്നില്ല. അവന്റെ സിസ്റ്ററിനെ വിഷമിപ്പിച്ചത് കൊണ്ട് തന്നെ തേനെ വെറുതെ വിടില്ല എന്ന് വെല്ലുവിളിച്ചിരുന്നു. പക്ഷെ അടുത്ത ദിവസം എല്ലാവരും കാണുന്നത് ഇളകാൻ പോലും വയ്യാത്ത പ്ലൂവിനെയായിരുന്നു. അവൻ ഉടനെ തന്നെ ഈ സ്കൂളിൽ നിന്നും ട്രാൻസ്ഫർ മേടിച്ചും പോയി. അതിനുശേഷം ഈ രണ്ടു പേരോട് ഒരാള് പോലും വഴക്കിന് ചെന്നിട്ടില്ല. നീയും അവരുടെ അടുത്തു നിന്നും മാറി നടക്കണമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് മൂന്റെ ബാൻഡേഡ് ഒന്നുകൂടി ശരിക്ക് വെച്ചു കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് വീണ്ടും മൂന്ന് കാങ്ങിനോടുള്ള ഇഷ്ടം ഒന്നുകൂടെ കൂടുവാണ്. കാങ്ങിനും മൂനോട് ചെറിയൊരു ഇഷ്ടം തുടങ്ങുന്നുണ്ടോന്ന് അവന് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ വേഗം അവന്റെ അടുത്ത് നിന്നും പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് മൂ അവന്റെ ക്ലാസ്സിലേക്ക് പോവുകയാണ്. അവന്റെ ക്ലാസ് ടീച്ചർ അവനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ മൂവിന്റെ അമ്മ മ്യൂസിക് ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത്. CP എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ ആ ക്ലാസ്സിലെ ഒരാൾക്ക് പോലും ഒരു കുലുക്കവും ഉണ്ടാവില്ല. അങ്ങനെ ഇന്റർവെൽ ആകുമ്പോൾ നമ്മുടെ മൂ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് നിൽക്കുകയായിരിക്കും. അവനെ കാത്തിട്ട് കുറച്ച് ബോയ്സ് അവിടെ നിൽക്കുന്നുണ്ട്. അവരെ കണ്ടതും മൂ വേഗം മൂടി പോവുകയാണ്. നേരെ പോയി പെടുന്നത് കാങ്ങിന്റെ മുന്നിലായിരിക്കും. എന്നിട്ട് പറയുന്നുണ്ട് കുറച്ച് ചെക്കന്മാർ അവനെ ഓടിക്കുകയാണെന്ന്. അത് പറഞ്ഞ് ഫുള്ളാക്കുന്നതിന് മുമ്പ് തന്നെ അവരങ്ങോട്ട് വരികയാണ്. തേയുടെയും യോയുടെയും ഫ്രണ്ട്സ് ആയിരിക്കും അവരെല്ലാവരും. കാങ് മൂന്ന് രക്ഷിക്കാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും കാങ്ങിനെ പിടിച്ചു നിർത്തുകയാണ്. അങ്ങനെ മൂവിനെ അവരെടുത്തോണ്ട് എങ്ങോട്ടോ കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് അവനെ ഒരു ചെയറിൽ ഇരുത്തുകയാണ്. തേയും യോസും ഒരു വലിയ ബോക്സ് എടുത്തിട്ടാണ് വരുന്നത്. അത് കാണുമ്പോൾ മൂ ഒരുപാട് പേടിക്കുന്നുണ്ട്. അവനെ ഷോക്ക് അടുപ്പിക്കാനാണെന്നാണ് അവൻ വിചാരിക്കുന്നത്. അപ്പോഴാണ് ഷോക്ക് കിട്ടുന്നതിന് പകരം കുറെ ലൈറ്റ്സ് ഒക്കെ തെളിയുന്നത്. അവൻ കണ്ണു തുറന്നു നോക്കുമ്പോൾ തേയും യോയും കൂടി ഡാൻസ് കളിക്കുകയാണ്. കാങ്ങിന് മനസ്സിലാകുന്നുണ്ട് അവിടെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാന്ന്. അങ്ങനെ കാങ്ങും അവിടെ നിന്ന് പോവുകയാണ്. യോസ് പറയുന്നുണ്ട് സാർ, നിങ്ങൾ ആരാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിരുന്നില്ല. നിങ്ങളുടെ അമ്മ CP എന്റർടൈൻമെന്റിലാണല്ലേ വർക്ക് ചെയ്യുന്നത്. സാർ ആരാണെന്ന് അറിയാതെയാണ് ഞങ്ങൾ വഴക്കിടാനായിട്ട് വന്നത്. ഞങ്ങൾക്കൊരു ഹെൽപ്പ് ചെയ്യോ? ഞങ്ങൾ നന്നായിട്ട് ഡാൻസ് കളിക്കും. ഞങ്ങളുടെ വീഡിയോ സാറിന്റെ അമ്മയ്ക്കൊന്ന് കാണിച്ചു കൊടുക്കുവോ? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഐഡൽ ആവാൻ ഒരു ചാൻസ് കിട്ടിയാലോ? മൂ പറയുകയാണ് നിങ്ങൾ ഇതിനു വേണ്ടിയിട്ടാണോ എന്റെ പിന്നാലെ വന്നത്? ഞാൻ വിചാരിച്ചു പ്ലൂവിനെ നിങ്ങൾ അടിച്ചൊതുക്കിയതുപോലെ എന്നെയും അടിക്കുന്നു. അപ്പോഴാണ് ശരിക്കും ഉണ്ടായ കഥ പറയുന്നത്. പ്ലൂ അവരെ രണ്ടുപേരെയും വെല്ലുവിളിച്ചിരുന്നു. അങ്ങനെ അവരൊറ്റയ്ക്ക് കിട്ടിയ സമയത്ത് പ്ലൂ അവരിടിക്കാനൊക്കെ ആയിട്ട് വരികയാണ്. അവിടെ ആകെ ഉണ്ടായിരുന്നത് കുറച്ച് ബോളുകളാണ്. സ്വയം രക്ഷപ്പെടാനായിട്ട് തേയും യോസും കുറച്ച് ബോളുകൾ എടുത്തുകൊണ്ട് പ്ലൂവിന് നേരെ എറിയുന്നുണ്ടെങ്കിലും അവൻ വീണ്ടും അവരെ ആക്രമിക്കാനായിട്ട് വരികയാണ്. പക്ഷെ അപ്പോഴത്തേക്കുമാണ് ഒരു ബോൾ തട്ടിയിട്ട് അവൻ താഴെ വീഴുന്നതും ഒരു സ്റ്റാൻഡ് അവന്റെ മേലേക്ക് മറിയുന്നതും.
അങ്ങനെയാണ് അവന് പരിക്ക് പറ്റുന്നതും അവൻ ആ സ്കൂളിൽ നിന്നും പോകുന്നതും. ശരിക്കും ഉണ്ടായ കഥ ഇതാണ്. പക്ഷെ സ്കൂളിലെ മറ്റുള്ളവർ വിചാരിച്ചിരിക്കുന്നത് തേയും യോസും കൂടി പ്ലൂവിനെ അടിച്ചൊതുക്കിയെന്നാ. അവരാണെങ്കിൽ അത് തിരുത്താനും പോയില്ല. അങ്ങനെ അതൊക്കെ കേൾക്കുമ്പോൾ മൂന്ന് ചെറിയൊരു ആശ്വാസമാവുന്നുണ്ട്. തേയും യോസും ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ പോകുമ്പോഴും ഓഡീഷന് പോകുമ്പോഴും മൂവിനെയും കൂടി വിളിക്കാം എന്നൊക്കെ പറയുമ്പോൾ മൂ സന്തോഷിക്കുന്നുണ്ട്. അപ്പോഴാണ് അവന്റെ അമ്മ പറഞ്ഞത് അവൻ ഓർമ്മ വരുന്നത്. ഈ ഒരു വർഷം മൂ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ അവനെ ഐഡലാക്കുന്നതിനെ കുറിച്ച് അവന്റെ അമ്മ ഒന്നുകൂടെ ആലോചിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഓർമ്മ വരുമ്പോൾ അവൻ ഓഡീഷന് വരുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് പോവുകയാണ്. വേറെ കുട്ടികൾ ഡാൻസ് ചെയ്യുമ്പോൾ അവനും ഡാൻസ് ചെയ്യാനായിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം അവൻ വേഗം തന്നെ ഓടി പോവുകയാണ്. ക്യാൻറ്റീനിലേക്ക് പോയി നോക്കുന്നുണ്ടെങ്കിലും അവിടെ നിന്നും ഗ്യാങ് പോയിട്ടുണ്ടാകും. നല്ല വിശപ്പുള്ളത് കൊണ്ട് തന്നെ അവൻ വെള്ളം കുടിക്കാനായിട്ട് നോക്കുകയാണ്. പക്ഷെ വെള്ളവും വരുന്നുണ്ടാവില്ല. അങ്ങനെ ഒരുപാട് പ്രാവശ്യം ശ്രമിക്കുമ്പോഴാണ് ആ പൈപ്പ് പൊട്ടുന്നതും വെള്ളം മുഴുവനായിട്ട് പോകുന്നതും. മൂ ഒരുപാട് നനയുന്നുണ്ട്. കൃത്യസമയത്താണ് ഗ്യാങ് അങ്ങോട്ട് വരുന്നതും ആ ടാപ്പ് അങ്ങ് അടയ്ക്കുന്നതും. മൂവിന് തല തുടയ്ക്കാനായിട്ട് ഒരു ടവല് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഗ്യാങ്ങിന്റെ മുഖത്തെ കള്ളലക്ഷണം കാണുമ്പോൾ മൂ ചോദിക്കുകയാണ്, ഈ ടവൽ നീ ഇവിടെ ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതല്ലേന്ന്. ഗ്യാങ് ഇത് നല്ല ടവലാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മൂന്ന് ഗ്യാങ്ങിന്റെ മുഖം കാണുമ്പോൾ ചെറിയൊരു സംശയം തോന്നുവാണ്. എന്നിട്ട് ഗ്യാങ്ങിന്റെ മുഖം തുടയ്ക്കാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് അതവിടെ ക്ലീൻ ചെയ്യുന്ന ടവലാണെന്ന് അവൻ സത്യം പറയുന്നത്. മൂവാണെങ്കിൽ ഗ്യാങ്ങിന്റെ ടീഷർട്ട് വെച്ചിട്ടാണ് അവന്റെ തലയും മുഖമൊക്കെ തുടയ്ക്കുന്നത്. ആ സമയം അവർ രണ്ടുപേരും ഒരുപാട് ക്ലോസ് ആയി നിൽക്കുന്നുണ്ട്. എന്നിട്ട് മൂവിന് വേണ്ടിയിട്ട് ഫുഡും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ അവന് ഊതിയിട്ടൊക്കെയാണ് കൊടുക്കുന്നത്. ആ സമയത്ത് മൂന്ന് ഗ്യാങ്ങിനോടുള്ള ഇഷ്ടം വീണ്ടും വീണ്ടും കൂടുന്നുണ്ട്. അങ്ങനെ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് മൂ തന്നെ പാത്രം കഴുകാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ എങ്ങനെയാണ് പാത്രം കഴുകേണ്ടത് എന്നറിയുന്നുണ്ടായിരിക്കില്ല. അങ്ങനെ കേങ്ങാണ് അവനെ പോയി പറഞ്ഞു കൊടുക്കുന്നത്. കേങ് എന്നിട്ട് അവന്റെ ജോലിക്ക് പോകുമ്പോൾ മൂവും അവന്റെ പിന്നാലെ തന്നെ പോകുന്നുണ്ട്. സ്കൂളിലെ ക്യാൻറ്റീനിലും പുറത്തെ ഒരു പാർക്കിലും സ്ഥിരമായിട്ട് കേങ് ഫുഡ് വിൽക്കാറുണ്ട്. കേങ് വിൽക്കുന്ന ഫുഡിന്റെ ഒക്കെ ചിത്രങ്ങൾ അവൻ തന്നെയാണ് വരയ്ക്കുന്നത്. മൂ പറയുന്നുണ്ട്, കേങ് നന്നായിട്ട് വരയ്ക്കുന്നുണ്ട്. ഒരു ടാബ് ഉണ്ടെങ്കിൽ അവൻ ഒന്നുകൂടി നന്നായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു. പക്ഷെ കേങ് പറയുന്നത് അവന് ടാബിൽ വരയ്ക്കാനൊന്നും ഒട്ടും താല്പര്യമില്ല എന്നാണ്. മൂ വീണ്ടും അവന്റെ കയ്യിൽ ഉപയോഗിക്കാത്തൊരു ടാബ് ഉണ്ട്, അത് കേങ്ങിന് തരാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കേങ് അത് വാങ്ങിക്കാനായിട്ട് ഒട്ടും തയ്യാറാകുന്നില്ല. എന്നിട്ട് അവനോട് ചോദിക്കുന്നുണ്ട് ഈ ജോലിയൊക്കെ ചെയ്യുന്നതിനിടയിൽ അവൻ എപ്പോഴാണ് പഠിക്കാൻ സമയമെന്ന്. അതിന് കേങ് പറയുന്നത് അവൻ 2 വർഷം മുമ്പ് തന്നെ പഠിപ്പൊക്കെ അവസാനിപ്പിച്ചു, ഇപ്പോൾ അവന്റെ അമ്മയെ ഹെൽപ്പ് ചെയ്യാണെന്ന്. അവൻ 3 മണിക്ക് എഴുന്നേറ്റ് സാധനങ്ങൾ വാങ്ങാനായിട്ട് പോകും. അവന്റെ അമ്മ ഹോട്ടലിലും അവൻ സ്കൂൾ ക്യാൻറ്റീനിലും അതിനോടൊപ്പം തന്നെ വൈകിട്ട് പാർക്കിലും ഫുഡ് വിൽക്കും. അങ്ങനെ മൂവും ഗ്യാങ്ങിന് ഹെൽപ്പ് ചെയ്യുകയാണ്. മൂ അവിടെ വർക്ക് ചെയ്യുന്നതിനിടയിലാണ് അവനൊരു പാട്ട് കേൾക്കുന്നത്. അവിടെ തേയും യോസും കൂടി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ആ പാട്ട് മൂവിന് കേൾക്കാനും ഉണ്ട്. പാട്ട് കേൾക്കുമ്പോൾ മൂന്ന് ഡാൻസ് കളിക്കാതിരിക്കാൻ സാധിക്കുന്നില്ല. അവന് അവന്റെ തന്നെ കൺട്രോൾ പോവുകയാണ്. മൂ വേഗം തന്നെ ഗ്യാങ്ങിനെ വിളിച്ചിട്ട് അവനെ പിടിച്ചു നിർത്താനായിട്ട് പറയുന്നുണ്ട്. പക്ഷെ ഗ്യാങ് എത്ര ശ്രമിച്ചിട്ടും മൂന്ന് ഡാൻസ് നിർത്താനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ അവസാനം മൂ ആവശ്യപ്പെട്ടത് കൊണ്ട് തന്നെ ഗ്യാങ് അവനെ ഹഗ് ചെയ്യുകയാണ്. അതേ സമയത്ത് തന്നെയാണ് അവിടെ പാട്ട് നിർത്തുന്നതും. അങ്ങനെ മൂ അവന് ഡാൻസ് നിർത്തുന്നുണ്ട്. ഗ്യാങ് എന്താ സംഭവം എന്നൊക്കെ ചോദിക്കുമ്പോൾ മൂ അവന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ്. അവന് ഒരു ഐഡൽ ആവാനാണ് ആഗ്രഹമെന്നും പക്ഷെ അവന്റെ അമ്മ ഒട്ടും സപ്പോർട്ടില്ലാന്നും ഈ ഒരു വർഷം നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ അവന്റെ അമ്മയുടെ മനസ്സ് മാറ്റാനായിട്ട് സാധിക്കുമെന്നും പക്ഷെ പാട്ട് കേൾക്കുമ്പോൾ അവന് ഡാൻസ് കളിക്കാതിരിക്കാൻ ഒട്ടും കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഗ്യാങ് മൂവിനോട് നിന്റെ ആഗ്രഹവും നിന്റെ പഠിപ്പും ഒരേ സമയം തന്നെ നിനക്ക് മുന്നിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. നിനക്ക് ഡാൻസ് ചെയ്യാൻ തോന്നുവാണെങ്കിൽ നീ ഡാൻസ് ചെയ്തോ, ഞാൻ നിന്റെ അമ്മയോടൊന്നും പറഞ്ഞു കൊടുക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് മൂ പറയുകയാണ്, ഗ്യാങ് നീ ഇങ്ങനൊന്നും പറയല്ലേ, നീ ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ എനിക്ക് നിന്നോട് ഇഷ്ടം തോന്നുവാ, ചിലപ്പോ എനിക്ക് നിന്നോട് ലവ് ഒക്കെ തുടങ്ങും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മൂ ചെറുതായിട്ട് ഫ്ലേർട്ടിങ് ഒക്കെ തുടങ്ങിട്ടോ. തേയും യോസും ഒരു ചെറിയ ബ്രേക്ക് എടുക്കാനായിട്ടാണ് അവരുടെ പാട്ട് നിർത്തിയത്.
അവന് ടീഷർട്ട് അഴിച്ചിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ട്. യോ ആണെങ്കിൽ ഒന്നും കാണാത്തതുപോലെ തിരിഞ്ഞു നിൽക്കുകയാണ്. യോക്കും ഒരുപാട് ചൂടെടുക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ കുറച്ച് വെള്ളം യോയുടെ ദേഹത്ത് ഒഴിക്കുന്നുണ്ട്. അതിനിടയില് യോന്റെ കണ്ണിലേക്കും ആകുന്നുണ്ട്. തേയാണെങ്കിൽ സോറി എന്നൊക്കെ പറഞ്ഞിട്ട് ആ വെള്ളം പതിയെ തുടച്ചു കൊടുക്കുകയാണ്. യോ തേനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. സത്യത്തിൽ യോക്ക് തേയോട് നല്ല ഇഷ്ടമുണ്ട്. പക്ഷെ അത് തേക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അവനോട് നന്നായിട്ട് പെരുമാറുമ്പോൾ അവനങ്ങ് മാറ്റി നിർത്തുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഡാൻസ് പ്രാക്ടീസ് ചെയ്യാം എന്ന് പറയുമ്പോഴേക്കുമാണ് തേന്റെ ഗേൾഫ്രണ്ട് അയച്ച മെസ്സേജ് കാണുന്നതും അവൻ വേഗം തന്നെ ഓടിപ്പോകുന്നതും. തേക്കൊരു ഗേൾഫ്രണ്ട് ഉണ്ട്, ആ കാര്യം യോക്ക് അറിയാം. എന്നാലും യോക്ക് ഇഷ്ടം തേനെ മാത്രമാണ്. അവിടെ നിർത്താതെ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അവിടുത്തെ കസ്റ്റമേഴ്സ് എല്ലാം കണ്ട് ആസ്വദിക്കുന്നുണ്ട്. കുറച്ചു സമയം കഴിയുമ്പോൾ കാങ് മൂന് വേണ്ടിട്ട് ഒരു ജ്യൂസ് കൊണ്ടു കൊടുക്കുന്നുണ്ട്. അത് കുറച്ച് കുടിച്ചിട്ട് കാങ്ങിന്റെ നേരെ നീട്ടുകയാണ്. എന്നിട്ട് നിർബന്ധിച്ചിട്ട് കാങ്ങിനെ കൊണ്ടും കുടിപ്പിക്കുന്നുണ്ട്. കൂടാതെ കാങ്ങിന്റെ ചുണ്ടില് ചെറുതായിട്ട് ജ്യൂസിന്റെ അംശം ഇരിക്കുമ്പോൾ അത് അവൻ തുടച്ചു കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് കാങ്ങിനെ എന്താ ചെയ്യണ്ടേന്ന് അറിയുന്നില്ല. മൂനെ തന്നെ അവൻ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, മൂന്റെ ഡാൻസ് കാരണം കുറച്ച് കൂടുതൽ കസ്റ്റമേഴ്സ് വന്നു, അതുകൊണ്ട് തന്നെ ഇന്ന് ഫ്രീ ആയിട്ട് കൊടുക്കാൻ ഫുഡ് ബാക്കിയൊന്നുമില്ലാന്ന്. സാധാരണ ബാക്കിയുള്ള ഫുഡ് അവൻ ഫ്രീ ആയിട്ടാണ് കൊടുക്കാറുള്ളത് എന്നൊക്കെ പറയുമ്പോൾ പറയുന്നുണ്ട് കാങ് വളരെ നല്ലൊരാളാണെന്ന്. മൂന് ഡാൻസ് ഒരുപാട് ഇഷ്ടാണോ എന്ന് കാങ് ചോദിക്കുമ്പോൾ പറയുകയാണ് അവന് ചെറുപ്പം മുതലേ ഒരു ഐഡൽ ആവാനായിരുന്നു ആഗ്രഹം. എല്ലാവരുടെയും ആഗ്രഹം ഒരു എവറസ്റ്റ് കയറുന്നത് പോലെയാണ്. ആഗ്രഹങ്ങൾ നടത്തിയെടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരിക്കും, പക്ഷെ അത് നടന്നു കഴിഞ്ഞാൽ വളരെ സന്തോഷം ഉണ്ടായിരിക്കും. കാങ്ങിന്റെ ജീവിതത്തിലും ഇങ്ങനെ ഒരു എവറസ്റ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവന്റെ പണ്ടത്തെ കാര്യവും ആർട്ടിസ്റ്റ് ആവാനുള്ള അവന്റെ സ്വപ്നവുമാണ് ഓർക്കുന്നത്. പക്ഷെ ആ കാര്യങ്ങളൊന്നും മൂനോട് പറയുന്നില്ല. കാങ്ങും ഒരുമിച്ച് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അറിയാതെ ഉറങ്ങി പോകുന്നുണ്ട്. കാങ് അവനെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് വണ്ടി ഓടിക്കുന്നത്. അങ്ങനെ അവിടെ സ്ഥലത്തുമ്പോൾ കാങ്ങിനോട് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. എന്നിട്ട് കാങ്ങിന് വേണ്ടി ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടാബാണ് എടുക്കുന്നത്. കാങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവന് ചിത്രം വരയ്ക്കാനായിട്ട് ഒരു ടാബിന്റെ ആവശ്യമില്ലാന്ന്. കാങ് വീണ്ടും അവൻ അതിന്റെ ആവശ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വീണ്ടും വീണ്ടും നിർബന്ധിക്കുകയാണ്. കാങ് ഒരുപാട് പ്രാവശ്യം വേണ്ടാന്ന് പറയുന്നുണ്ട്. എന്നിട്ടും നിർബന്ധിക്കുമ്പോൾ കാങ് ഒരുപാട് ദേഷ്യപ്പെടുകയാണ്. നിന്നോടല്ല ഞാൻ വേണ്ടാന്ന് പറഞ്ഞത്, നിനക്കെന്താ മനസ്സിലാവില്ലേ, ഇവിടെ നിന്ന് പോക് എന്നൊക്കെ പറയുന്നുണ്ട്. ആണെങ്കിൽ അതൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ ഒരുപാട് വിഷമിച്ചിട്ടാണ് പോകുന്നത്. അവർ ഈ തല്ലൂടിയതൊക്കെ നെത്ത് കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ നെത്ത് കാങ്ങിനോട് പറയുന്നുണ്ട്, കാങ്ങിന്റെ പാസ്റ്റ് ഒന്നും അറിയത്തില്ലല്ലോ, പിന്നെ എന്തിനാണ് അവനോട് ദേഷ്യപ്പെട്ടതെന്ന്. കാങ് പറയുകയാണ്, ഞാൻ അവനോട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാ എനിക്ക് ടാബ് വേണ്ടാന്ന്. അവൻ വീണ്ടും വീണ്ടും നിർബന്ധിച്ചത് കൊണ്ടാണ് ഞാൻ അവനോട് ദേഷ്യപ്പെട്ടത്. നെത്ത് വീണ്ടും പറയുന്നുണ്ട്, നീ കഴിഞ്ഞതെല്ലാം മറക്കണം. എനിക്ക് ഉറപ്പാണ് നീ കാരണമല്ല നിന്റെ അച്ഛൻ മരിച്ചത്. നീ ഇങ്ങനെ ജീവിക്കണമെന്ന് നിന്റെ അച്ഛൻ ഒരിക്കലും ആഗ്രഹിക്കില്ല. നീ നിന്റെ പാസ്റ്റ് എല്ലാം മറന്നുകൊണ്ട് നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നെത്ത് അവിടെ നിന്നും പോവുകയാണ്. സ്വയം പറയുകയാണ്, കാങ്ങിനെ ഒട്ടും ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ ഇനി അവൻ കാങ്ങിന്റെ അടുത്തേക്ക് ഒരിക്കലും പോവില്ലാന്ന്. സമയം ഒരുപാടായിട്ടും കാങ്ങിന് ഉറങ്ങാനായിട്ട് സാധിക്കുന്നില്ല. മൂവിനോട് വളരെ ദേഷ്യത്തിൽ സംസാരിച്ചതാണ് അവൻ വീണ്ടും വീണ്ടും ഓർക്കുന്നത്. കാങ്ങിന്റെ കയ്യിലും ഒരു ടാബ് ഉണ്ട്, പക്ഷെ അവൻ ഇതുവരെ അത് ഉപയോഗിച്ചിട്ടില്ല. അതിന്റെ കാരണമാണ് ഇനി കാണിക്കാനായിട്ട് പോകുന്നത്. കാങ്ങിന് ഒരു ആർട്ടിസ്റ്റ് ആവാനായിരുന്നല്ലോ ആഗ്രഹം. അവന്റെ അച്ഛനും അവനെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്നു. കാങ്ങിന് വേണ്ടിയിട്ട് ഒരു ടാബ് മേടിച്ചിട്ട് വരുന്ന വഴിയാണ് കാങ്ങിന്റെ അച്ഛന് ഒരു ആക്സിഡന്റ് ഉണ്ടാവുന്നതും ആ ആക്സിഡന്റില് അവന്റെ അച്ഛൻ മരിക്കുന്നതും. കാങ് വിചാരിക്കുന്നത് അവന് വേണ്ടി ടാബ് മേടിച്ചിട്ട് നേരം വൈകി വന്നത് കൊണ്ടാണ് അവന്റെ അച്ഛന് ആക്സിഡന്റ് പറ്റുന്നതെന്നും മരിക്കുന്നതെന്നുമാണ്. അവന്റെ അച്ഛന്റെ മരണത്തിന് ശേഷം അവന്റെ ആർട്ടിസ്റ്റ് ആവാനുള്ള ആഗ്രഹം അവൻ വേണ്ടാന്ന് വെക്കുകയായിരുന്നു. അവന്റെ ടാബ് കാങ്ങിന് കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ കാങ്ങിന് ഓർമ്മ വന്നത് അവന്റെ അച്ഛന്റെ കാര്യമാണ്. അതുകൊണ്ടാണ് മൂനോട് ദേഷ്യപ്പെട്ടതും. പക്ഷെ മൂനോട് ദേഷ്യപ്പെട്ടതിൽ കാങ്ങിന് കുറ്റബോധമുണ്ട്. അങ്ങനെ അവൻ ഒരു 3 മണിയൊക്കെ ആവുമ്പോ മൂന്റെ റൂമിന്റെ അവിടേക്ക് പോവുകയാണ്. പക്ഷെ ആ സമയത്ത് എന്തായാലും എഴുന്നേൽക്കാൻ ഒരു വഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ രാവിലെ വരാം എന്ന് വിചാരിച്ചുകൊണ്ട് അവൻ തിരികെ പോകുന്നുണ്ട്. അപ്പോഴാണ് കാങ്ങിന്റെ വീടിന്റെ ഫ്രണ്ടില് ഇരിക്കുന്നത് കാണുന്നത്. എന്നിട്ട് കാങ്ങിനോട് പറയുന്നുണ്ട്,
കാങ്, ഞാൻ ഇങ്ങോട്ട് വന്നത് നിന്നോട് സോറി പറയാനാ. നീ എന്നോട് നേരത്തെ ദേഷ്യപ്പെട്ടില്ലേ? അതിനെന്തായാലും നിന്റെ ഭാഗത്തൊരു ന്യായമുണ്ടായിരിക്കും. നീ വേണ്ട എന്ന് പറഞ്ഞിട്ടും ഞാൻ ഒരുപാട് നിർബന്ധിച്ചു. അതൊക്കെ എന്റെ മിസ്റ്റേക്കാ, നീ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുമ്പോൾ കാങ് പറയുന്നുണ്ട് മൂന്റെ ഭാഗത്തു നിന്നും ഒരു തെറ്റുണ്ടായിട്ടില്ല, കാങ് ആണ് പെട്ടെന്ന് ദേഷ്യപ്പെട്ടതെന്ന്. അപ്പോഴാണ് മൂ കാങ്ങിനോട് ഇളകാതെ നിൽക്കാൻ പറയുന്നതും അവന്റെ അടുത്തേക്ക് ഒരുപാട് ക്ലോസ് ആയി പോകുന്നതും. കാങ്ങിന്റെ മുഖത്ത് ഒരു കൊതുകുണ്ടായിരുന്നു, അതിനെ പറത്തി വിടാനാണ് കേട്ടോ അവന്റെ അടുത്തേക്ക് പോകുന്നത്. എന്നിട്ട് പറയുന്നുണ്ട് നീ എന്നോട് പറഞ്ഞിട്ടില്ലേ കൊതുകിനെ പറത്തി വിട്ടാൽ മതി, അത് പറന്നു പോയിക്കോളുന്ന്. പക്ഷേ ഞാൻ കൊതുകിന്റെ പോലെയല്ല. നീ എന്നെ പറത്തി വിടാൻ എത്ര ശ്രമിച്ചാലും ഞാൻ നിന്റെ അടുത്ത് നിന്നും ഒരിക്കലും പോകില്ല. ഞാൻ എപ്പോഴും നിന്റെ അടുത്തു തന്നെ ഉണ്ടായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് കാങ്ങിനെ തന്നെ നോക്കുന്നുണ്ട്. ആ സമയത്ത് കാങ്ങിന് മൂനോടുള്ള ഇഷ്ടം വളരെയധികം കൂടുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും പരസ്പരം മുഖത്ത് നോക്കി നിൽക്കുകയാണ്. ഇവിടെ വെച്ചിട്ട് നമ്മുടെ രണ്ടാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. ഇനി എന്തൊക്കെ ഉണ്ടാവും, മൂ ഒരു ഐഡലാവോ എന്നൊക്കെ അറിയാനായിട്ട് അടുത്ത എപ്പിസോഡുകൾക്കായി വെയിറ്റ് ചെയ്യാം. ബൈ.